ഇന്ന് ഡി സി സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡി സി സർക്യൂട്ടിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ദ കൺട്രോൾഡ് മൂവ്മെൻറ്റ് ഓർ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. അതായത് നമുക്കൊരു കണ്ടക്ടറിൻ്റെ ഒരു സ്മോൾ ഏരിയ എടുക്കുമ്പോഴത്തേക്കും ആ കണ്ടക്ടറിൻ്റെ അകത്തും കൂടെ എത്രമാത്രം ഇലക്ട്രോൺസ് ആർ പാസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് നെറ്റ് മോഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് അക്രോസ് എ ക്രോസ് സെക്ഷണൽ ബൗണ്ടറി. ഐ ഈസ് ഗിവൺ ബൈ ഡി ക്യൂ ബൈ ഡി ടി. ഐ എന്ന് പറയുന്നത് ഹൗ മച്ച് ഓഫ് ചാർജ് ഈസ് ട്രാവലിംഗ് ത്രൂ എ പെർട്ടിക്കുലർ ഏരിയ ഇൻ എ പെർട്ടിക്കുലർ ടൈം. സോ ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം, ടൈമിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്ക് കൂളം പെർ സെക്കൻഡും പറയാം. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ആംപിയേഴ്സ്. പിന്നെ ഇലക്ട്രിക് കറണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കൺവെൻഷണൽ കറണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, കണ്ടക്ഷൻ കറണ്ടൊക്കെ. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ 1 കൂളം ഈക്വൽ ടു 624 × 10⁻16 ഇലക്ട്രോൺസ്. ഒരു കൂളം ഓഫ് ചാർജ് എന്ന് പറയുന്നത്, ഒരു കൂളം ഓഫ് ചാർജിൻ്റെ അകത്ത് 624 × 10⁻16 ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. ഇനി അടുത്ത ടോപ്പിക്കാണ് വോൾട്ടേജ് ഓർ ഇ എം എഫ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു സം റെഫറൻസ് പോയിന്റ് ഇസ് നോൺ ആസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ ഇ എം എഫ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വർക്ക് ഈസ് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. സോ ദ ഫോർമുല വിൽ ബി വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്, which is given by ചെറിയ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണെങ്കിൽ we will be writing it as dw/dq. ഇനി വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വോൾട്സ് ആണ്. വോൾട്ടേജിന് വേറൊരു യൂണിറ്റ് ഉള്ളത്, വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് ജൂൾസ്, പെർ ചാർജിൻ്റെ യൂണിറ്റ് കൂളം. അടുത്ത മെയിനായിട്ട് അറിയേണ്ടതാണ് ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് കോസസ് ആൻ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഫോർ എക്സാമ്പിൾ ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണല്ലോ ആ സർക്യൂട്ട് ഓൺ ആവുന്നത്. അത് അതിൻ്റെ കോസാണ്. ഡ്യൂ ടു ദാറ്റ് ഓൺലി ദ സർക്യൂട്ട് ഈസ് വർക്കിംഗ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദെയർ ഇലക്ട്രിക് സ്റ്റേറ്റ് വിച്ച് ടെൻസ് ടു കോസ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ബിറ്റ്വീൻ ദം. റെസിസ്റ്റൻ്റ് അതൊക്കെ നമ്മൾ കറണ്ട് ഫ്ലോ നടത്തുമ്പോൾ റെസിസ്റ്റൻസ് ഒപ്പോസ് ചെയ്യും അല്ലേ? റെസിസ്റ്റൻസ് ഒപ്പോസ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എഫക്റ്റ്, സർക്യൂട്ടിൻ്റെ അകത്ത് വരുന്ന എഫക്റ്റാണ്. ഓക്കെ, ഇ എം എഫ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ദ സർക്യൂട്ട് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ സർക്യൂട്ടാണ്. ഇ എം എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ കറണ്ട് ഓർ വോൾട്ടേജ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറണ്ട് ആൻഡ് റെസിസ്റ്റർ ആർ. എത്രമാത്രം കറണ്ട് ഒരു റെസിസ്റ്ററിൽ കൂടെ പോകുന്നോ അത്രമാത്രം potential difference. With respect to that, potential difference will be built up in the resistor. രണ്ടെണ്ണത്തിൻ്റെ വോൾട്ടേജ് രണ്ടെണ്ണത്തിൻ്റെ യൂണിറ്റ് സെയിം ആണ്, വിച്ച് ഇസ് വോൾട്ട് അല്ലേ? ഇനി ഓംസ് ലോ എന്താണ്? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ ടു അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പം ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് കൂടെ എത്രമാത്രം കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ടോ അത്രമാത്രം പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ബിൽഡപ്പ്. ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. സോ വി ബൈ ഐ ഈക്വൽ ടു ആർ. ആർ എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്ററാണ്. യൂണിറ്റ് ഓഫ് ആർ ഇസ് ഓം. റെസിസ്റ്റർ എന്താണ്? ഈ കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യും അല്ലേ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. It is defined as the property of a substance which opposes the flow of electric current through it. R equal to V by I എന്ന് എഴുതിയിട്ട് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയരുത്, തെറ്റാണ്. റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വോൾട്ടേജ് ഓർ കറണ്ട് സെപ്പറേറ്റ്ലി, ബട്ട് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു കറണ്ട്. വോൾട്ടേജ് ടു കറണ്ടിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ വോൾട്ടേജും കറണ്ടും സെപ്പറേറ്റ്ലി അത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ശരിക്കും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് R equal to rho L by A ആണല്ലോ. Actually resistance is depending upon the length of the conductor, area of cross section and the resistivity of the material. Okay, the resistance of a wire depends upon its length, area of cross section, type of the material, purity and hardness of material of which it is made of and the operating temperature. ഈ വക കാര്യങ്ങളെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി വിച്ച് ഈസ് ഗിവൺ ബൈ ദ യൂണിറ്റ് ഓം മീറ്റർ.
ഇനി അടുത്തത് കണ്ടക്റ്റൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ ജി. ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്റ്റൻസ്. ജി ഈക്വൽ ടു 1/R. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് സീമെൻസ്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എസ്. ഇനി കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ സിമ്പിളാണ് സിഗ്മ, വിച്ച് ഈസ് ഗിവൺ ബൈ 1/ρ. യൂണിറ്റ് ഈസ് സീമെൻസ് പെർ മീറ്റർ അല്ലെങ്കിൽ S/m. നെക്സ്റ്റ് വൺ ഈസ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുമ്പം അതിൽ കൂടെ എത്രമാത്രം കറണ്ട് ഈസ് ഫ്ലോയിങ്, ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ആൻഡ് കറണ്ട് ഡെൻസിറ്റി J ഈസ് ഗിവൺ ബൈ EnV. E എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളമാണ്. N റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് V റെപ്രസെൻറ്റ്സ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടെ എത്രമാത്രം ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് വിത്ത് റെസ്പെക്ട് ടു ഇതിൻ്റെ വെലോസിറ്റി, വിത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അത് നമുക്ക് J തരും. ഓക്കെ, the current density in a linear conductor is proportional to the electric field intensity where time t is constant. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ ഒരു ലീനിയർ കണ്ടക്ടറിൽ കൂടെ പോകുന്ന ലീനിയർ കണ്ടക്ടറിലുള്ള കറണ്ട് ഡെൻസിറ്റി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ DC സർക്യൂട്ടിൻ്റെ അകത്ത് പഠിക്കുന്നത് I is directly proportional to V എന്നാണ്. പക്ഷേ ഈ ഇക്വേഷൻ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിക്കകത്ത് EMTക്കകത്താണ് വരുന്നത്. വെയർ കറണ്ട് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ to electric field intensity E. J proportional to E, where J equal to sigma E. സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ് അല്ലേ. ഇത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ ഓംസ് ലോ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയാണ്, J equal to sigma E. ഇനി ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ടു ദ ഒറിജിനൽ റെസിസ്റ്റൻസ്, വിച്ച് ഈസ് ഗിവൺ ബൈ ആൽഫ നോട്ട് ഈക്വൽ ടു ∆R ഡിവൈഡഡ് ബൈ R0T. ∆R എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്, ഡിഫറൻസ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ടു ദ ഇനിഷ്യൽ റെസിസ്റ്റൻസ്. RT എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ T, R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ റെസിസ്റ്റൻസ്. ആൻഡ് ഇത് മോഡിഫൈ ചെയ്യുമ്പം, ഈ ഫോർമുല മോഡിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് RT ഈക്വൽ ടു R0 × 1 + α0T. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. ഒരു കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടറിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് പോസിറ്റീവാണ്. ഇൻഡക്ടർ ആൻഡ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയുമ്പം ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഈസ് നെഗറ്റീവ്. ഇത് അറിഞ്ഞിരിക്കണം. ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Copper has a resistivity of 17 × 10⁻⁻9 ohm meter. What is the end-to-end resistance of a copper strip 2 cm long with the cross-sectional dimension 5 mm × 1 mm? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് റെസിസ്റ്റൻസ് ആണ്. R equal to ρL/A. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. റോ എന്ന് പറയുന്നത് 17 × 10⁻⁻9 ആണ്. L is given as 2 cm, so 2 × 10⁻⁻2 meters divided by area. Area എന്ന് പറയുന്നത് 5 mm × 1 mm ആണ്. So 5 × 10⁻³ meter into 1 × 10⁻³ meters. So it will be 17 × 2 into 10⁻11 into 10⁻6 -3 കൂടെ -6 മേളിൽ പോകുമ്പോൾ +6 ആവും, divided by 5. So it is 17 2s are 34, 34 divided by 5 6.8. So 6.8 into 10⁻⁻5. 6.8 illa 68 ആണ്. So 68 mu micro. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ 12-volt automobile light is rated at 30 watt. The total charge that flows
through the filament in 1 minute is. അപ്പം നമുക്ക് ഫിലമെൻറ്റിൽ കൂടെ പോകുന്ന ചാർജ് ക്യൂ കണ്ടുപിടിക്കണം. ടൈം ഈസ് ഗിവൺ ആസ് 1 minute, സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് 60 seconds. ആൻഡ് 12 വോൾട്ടും പവറും തന്നിട്ടുണ്ട്. വി നോ പി ഈക്വൽ ടു വി ഐ, സോ ഐ വിൽ ബി ഈക്വൽ ടു പി ബൈ വി. സോ പി ഈസ് 30 ഡിവൈഡഡ് ബൈ 12, 10, 4, 5/2. ഐ വിൽ ബി 5/2. അപ്പം നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ചാർജ് ക്യാൻ ബി റിട്ടേൺ ആസ് കറണ്ട് ഇൻ ടു ടൈം. സോ ഇറ്റ് ഈസ് 5/2 ഇൻറ്റു 60, വിച്ച് ഈസ് 30. 30 into 5 is 150 coulomb. So our answer will be 150 coulomb. Third question, if the length of a wire of resistor R is uniformly stretched to n times its original value, its new resistance. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം R ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് അല്ലേ? R ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് സ്ട്രെച്ച്ഡ്, if the length of the wire of resistor R is stretched n times, അതായത് L dash becomes n times L. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂ റെസിസ്റ്റൻസ്, അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതും ആർ ഡാഷ് വിൽ ബി n ടൈംസ് R അല്ലേ? എല്ലിന് പകരം എൻ എൽ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് പക്ഷേ ഈ ആൻസർ തെറ്റാണ്. ദിസ് ആൻസർ ഈസ് റോങ്. വി നോ R ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ആർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ലെങ്ത് ആൻഡ് ഏരിയ. ഇവിടെ ലെങ്ത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ലെങ്ത്ത് ന്യൂ എസ് എൻ ടൈംസ് ലെങ്ത് ഓൾഡ് അല്ലേ? പക്ഷേ ഏരിയയുടെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏരിയ എൻ ടൈംസ് ആവുമോ എത്ര ടൈംസ് ആവുമെന്നൊന്നും നമുക്കറിയത്തില്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ എങ്ങനെ സ്ട്രെച്ച് ചെയ്താലും ഇതിൻ്റെ വോള്യത്തിന് വ്യത്യാസം വരത്തില്ല. ഇപ്പോൾ ഇത് കംപ്രസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിലും ഒരു സാധനത്തിൻ്റെ വോള്യത്തിന് വ്യത്യാസം വരുന്നില്ലല്ലോ. സോ വോള്യം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ലെങ്ത് ഇൻറ്റു ഏരിയ ആണ്. വോള്യം ഈസ് ലെങ്ത് ഇൻറ്റു ഏരിയ. സോ ഏരിയ ക്യാൻ ബി റിട്ടേൺ ആസ് വോള്യം ബൈ ലെങ്ത്. അപ്പം ഏരിയയുടെ കാര്യം പറയാത്തത് കൊണ്ട് വോള്യം നമുക്കറിയാം അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കുമെന്ന്. അപ്പം ഏരിയയ്ക്ക് പകരം വോള്യം ഡിവൈഡഡ് ബൈ എൽ ഇട്ട് കൊടുക്കണം. Okay, so R equal to rho L divided by V by L. So R will be equal to rho L square divided by V. So R new will be equal to rho L new square divided by V. L new എന്ന് പറയുന്നത് n times L old ആണ് അല്ലേ? So rho L old square n square L old square divided by V. So L rho L old square divided by V into n. ഇതെന്താണ്? ഇത് R old ആണ് അല്ലേ? സോ R new will be equal to R old into n. സോറി n സ്ക്വയർ ഉണ്ട്, n സ്ക്വയർ. സോ R new എന്ന് പറയുന്നത് n സ്ക്വയർ R old ആണ്. n സ്ക്വയർ R old. Fourth question, what happens to the resistance of a conductor if its length is increased 3 times and diameter is halved? ഇവിടെ രണ്ടിൻ്റെയും കാര്യം പറയുന്നുണ്ട്. R equal to rho L by A, അതിൻ്റെ അകത്ത് ലെങ്ത് ഇൻക്രീസസ് 3 times, ഡയമീറ്റർ ഈസ് ഹാഫ്ഡ്. സോ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. എന്താ തന്നേക്കുന്നത്? R L ന്യൂ എന്ന് പറയുന്നത് 3 times L ഓൾഡ് ആണ്. ഡി ന്യൂ എന്ന് പറയുന്നത് ഡയമീറ്റർ ന്യൂ എന്ന് പറയുന്നത് ഡി ഓൾഡിൻ്റെ ഹാഫാണ്. അപ്പം R ഈക്വൽ ടു റോ എൽ ബൈ എ. എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് ഏരിയ, അല്ലെങ്കിൽ എന്താണ് റേഡിയസിന് പകരം ഡയമീറ്റർ ആണെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ 4 വരും. സോ അവർ ഇക്വേഷൻ വിൽ ബി റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ബൈ 4 മേളിൽ പോകുമ്പം 4 റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ. ഡയമീറ്ററിൽ എഴുതുമ്പം റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതായിട്ട് മാറും. R ഈക്വൽ ടു 4 റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ. ഇനി R ന്യൂ വിൽ ബി ഈക്വൽ ടു 4 റോ എൽ ന്യൂ ഡിവൈഡഡ് ബൈ പൈ ഡി ന്യൂ സ്ക്വയർ. So R new will be equal to
4ഉം റോയും വെളിയിലിരിക്കട്ടെ, 4ഉം റോ ഡിവൈഡഡ് ബൈ പൈ ഇരിക്കട്ടെ. എൽ ന്യൂ എന്ന് പറയുന്നത് 3 ടൈംസ് എൽ ഓൾഡ് ആണ്, ഡിവൈഡഡ് ബൈ ഡി ന്യൂ എന്ന് പറയുന്നത് ഡി ഓൾഡ് ഡിവൈഡഡ് ബൈ 2 ആണ്, ഡി ഓൾഡിൻ്റെ പകുതിയാണ്. സോ 4 റോ ഡിവൈഡഡ് ബൈ പൈ, എൽ ഓൾഡ് വെളിയിലെടുക്കുക, ഡിവൈഡഡ് ബൈ ഡി ഓൾഡ് സ്ക്വയറും വെളിയിലെടുക്കുക. സോ ഇറ്റ് വിൽ ബി 3 ഡിവൈഡഡ് ബൈ 1/2 ദ ഹോൾ സ്ക്വയർ. ഇത് ഇത്ര എന്താണ്? ആർ ഓൾഡ് ആണ് അല്ലേ. സോ ആർ ന്യൂ വിൽ ബി ഈക്വൽ ടു ആർ ഓൾഡ് ഇൻറ്റു 3 ഇൻറ്റു 4. സോ ആർ ന്യൂ വിൽ ബി 12 ടൈംസ് ആർ ഓൾഡ്. ആർ ന്യൂ ഈക്വൽ ടു 12 ടൈംസ് ആർ ഓൾഡ്. So our answer will be D. Our resistance is increased 12 times. Fifth question. A drawn wire of a resistor 5 ohm is further drawn so that its diameter becomes 1/5 of its original. What is its resistance with volume remaining the same? അപ്പം ഈ ക്വസ്റ്റ്യനിലും റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ, എന്നിട്ട് എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡയമീറ്റർ ഈസ് 1/5. അപ്പോൾ നമ്മൾ ഡയമീറ്റർ വരുമ്പോൾ വി ഹാവ് ടു യൂസ് ദ ഫോർമുല റോ ഈക്വൽ ടു 4 റോ ആർ ഈക്വൽ ടു 4 റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ. ഓക്കെ, അപ്പം ആർ ഈക്വൽ ടു 4 റോ എൽ ഡിവൈഡഡ് ബൈ പൈ, ഡി എന്ന് പറയുന്നത് ഡി ഓൾഡിൻ്റെ 1/5 ആണ്. സോ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആർ ഈക്വൽ ടു ഈ 5 സ്ക്വയർ മേളിൽ പോവും, 4 റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ. ഇതെന്താണ്? ഇത് 5 തന്നിട്ടുണ്ട്, പഴയ റെസിസ്റ്റൻസ് 5 തന്നിട്ടുണ്ട്. സോ 5 സ്ക്വയർ ഇൻറ്റു 5 വിൽ ബി ഗെറ്റിംഗ് 125. 125 ഓപ്ഷനിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് എഴുതി വെക്കും. ബട്ട് അവർ ആൻസർ ഈസ് റോങ്. നമ്മുടെ ആൻസർ അപ്പോഴും തെറ്റിപ്പോവും. ഇവിടെയും അവർ, സോ വി ഹാവ് ടു യൂസ് ആർ ഈക്വൽ ടു 4 റോ എൽ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഡി എന്ന് പറയുന്നത്, ഡി ന്യൂ എന്ന് പറയുന്നത് 1/5 അല്ല, ഡി യു എന്ന് പറയുന്നത് 1/5 ഡി ഓൾഡ് ആകും, 1/5 ആവും. പക്ഷേ എല്ലിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. എല്ലിൻ്റെ കാര്യം പറയാത്തപ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ വി ഹാവ് ടു യൂസ് ദ വോളിയം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ഏരിയ ആണ്. വോളിയം സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ വോളിയം ലെങ്ത് വിൽ ബി വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വി ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ബൈ 4. സോ ഇറ്റ് വിൽ ബി, അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആർ വിൽ ബി 4 റോ എൽ 4 റോ ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ. എല്ലിന് പകരം വി ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. വീണ്ടും ഈ 4 മേളിൽ പോയിട്ട് ഇറ്റ് ബിക്കംസ് 16 റോ വി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഡി റേസ് ടു 4 വരും. 16 റോ വി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഡി റേസ് ടു 4. അപ്പം ഇനി ഡി ന്യൂ എന്ന് പറയുന്നത് 1/5 ഡി ഓൾഡ് ആണ്. സോ ആർ ന്യൂ വിൽ ബി 16 കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, റോ കോൺസ്റ്റൻ്റ് ആണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്, പൈ സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. 1 ഡിവൈഡഡ് ബൈ ഡി ഓൾഡ് ഡിവൈഡഡ് ബൈ 5, ഡി ന്യൂ എന്ന് പറയുന്നത് ദ ഹോൾ റേസ് ടു 4. സോ ഇറ്റ് വിൽ ബി 16 റോ വി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഡി ഓൾഡ് റേസ് ടു 4 ഇൻറ്റു 1/1/5 ബിക്കംസ് 5 റേസ് ടു 4 മേളിൽ പോവും. ഇത് ഇത്രയും ആർ ഓൾഡ് ആണ്. ആർ ഓൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആർ ഓൾഡ് ഈസ് ഗിവൺ ആസ് 5. സോ 5 ഇൻറ്റു 5 റേസ് ടു 4, 5 ഇൻറ്റു 5 റേസ് ടു 4, 5 റേസ് ടു 4 മീൻസ് 25 ഇൻറ്റു 25 625. 5 ഇൻറ്റു 625 is 3125. So our answer is 3125. Sixth question. The total resistance of a filament of a bulb is higher than the cold resistance because the temperature coefficient of the filament. അപ്പം നമ്മളൊരു സർക്യൂട്ടിൻ്റെ അകത്ത് ഫിലമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിലമെൻറ്റ് എന്താണ്? കണ്ടക്ടറാണോ, സെമി കണ്ടക്ടറാണോ, ഇൻസുലേറ്റർ ആണോ? ഫിലമെൻറ്റ് ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. Seventh question. The temperature coefficient of a resistance of a wire is
0.00125 per degree Celsius at 300 degree Kelvin, its resistance is 1 ohm. The resistance of the wire will be 2 ohm at. The resistance of the wire will be 2 ohm at എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം കണ്ടുപിടിക്കണം. So we will be using the formula RT equal to R naught into 1 plus alpha naught T2 minus T1. RT is given as a 2 ohm, R naught is given as 1 into 1 plus alpha naught is given as a 0.00125 into T2 നമ്മൾ കണ്ടുപിടിക്കണം. T1 is given as a 300. So 2 will be equal to 1 plus 1 into 1 is 1, 1 into this one is the 0.00125, T2 minus 300. So 2 minus 1 is 1 equal to 0.00125 into T2 minus 300. So T2 minus 300 will be equal to 1 divided by 0.00125, 1, 2, 3, 4, 5. So 1, 2, 3, 4, 5 divided by 125 decimal കളഞ്ഞു. അപ്പം 25 into 4 is 100, so it is 4000. 25 into 5 is 125. 5 into 8 is 40, so it becomes 800. So T2 minus 300 equal to 800. T2 minus 300, so T2 equal to 300 plus 800, 1100 Kelvin. So the answer is 1100 Kelvin. Eighth question, figure shows the temperature per resistance graph of a conductor, the value of alpha naught. Alpha naught എന്ന് പറയുന്നത് നമ്മുടെ temperature coefficient at the origin ആണ് alpha naught. അതായത് temperature coefficient at origin. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആ ഒറിജിനിലുള്ള റെസിസ്റ്റൻസ് 40 ഓം ആണ്. അപ്പം നമുക്ക് ആദ്യമേ ഈ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് കണ്ടുപിടിക്കണം. സോ നമ്മുടെ ഫോർമുല ആൽഫ നോട്ട് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഗ്രാഫ് ഡിവൈഡഡ് ബൈ 40. ഈ പോയിന്റിലുള്ള റെസിസ്റ്റൻസ് 40. ഇനി സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇത് ഫുള്ള് 50 ആണ്. ഇത് ഫുള്ള് 50 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ദിസ് വിൽ ബി 50 മൈനസ് 40 10. അതുപോലെ തന്നെ 50 ഡിഗ്രി മൈനസ് 0 ഈസ് 50. സോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി എന്താണ്? ദിസ് ഈസ് y1 ആൻഡ് y2, ദിസ് ഈസ് x1 ആൻഡ് x2. സോ ഇറ്റ് ഈസ് y2 minus y1 divided by x2 minus x1, which is given by 10 by 50. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് കിട്ടി. സോ ആൽഫ നോട്ട് ഈക്വൽ ടു 10 by 50 ഡിവൈഡഡ് ബൈ 40. 10 by 50 is 1 by 5. 1 by 5 താഴെ വരുമ്പോൾ 1 by 200. 1 by 200 ഇതിൻ്റെ അകത്തില്ല. സോ ഇറ്റ് ഈസ് 1 by 200 എന്ന് പറയുമ്പോഴത്തേക്കും 0.5. 1 by 2 is 0.5 into 10 raised to minus 2. So it is a 0.005. 0.005. So answer is 0.005 per degree Celsius. Ninth question, referring to the above figure, the value of alpha 50 will be. അപ്പം ഈ പോയിന്റിലുള്ള ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. അപ്പം ആൽഫ 50 will be equal to slope of graph divided by ആ സ്ഥലത്തുള്ള ടെമ്പറേച്ചർ, ആ സ്ഥലത്തുള്ള റെസിസ്റ്റൻസ് ആണ് 50. സോ ഇറ്റ് വിൽ ബി 50. ഇനി സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചതാണ്. സോ ഇറ്റ് ഈസ് 10 by 50 ഡിവൈഡഡ് ബൈ 50. സോ 10 by 50 എന്ന് പറഞ്ഞാൽ 1 by 5. 1 by 5 by 50 വിൽ ബി 1 by 250. 1 by 250 നമ്മുടെ ഓപ്ഷനിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? സോ ഇറ്റ് വിൽ ബി 1 by 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.04 ആണ്. ഡിവൈഡഡ് ബൈ 10 അഗെയിൻ ഇറ്റ് വിൽ ബി 0.004 per degree Celsius. 0.004 per degree Celsius. 10th question, referring to figure the value of alpha naught. Alpha naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഒറിജിനൽ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ് 30 ഓം. അപ്പം സ്ലോപ്പ് ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ മതി. അപ്പോൾ ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി വി റിക്വയർ ദിസ് വൺ അല്ലേ? ഇവിടുത്തെ
വാല്യൂ അറിയണം. പക്ഷേ ഇവിടുത്തെ ഫുള്ള് വാല്യൂ തരുമായിരുന്നെങ്കിൽ ആ ഫുള്ളിൽ നിന്ന് 30 മൈനസ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടിയേനെ. ഇത് നമുക്കറിയാം, വിച്ച് ഈസ് 40 മൈനസ് 0 40. അപ്പം ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രി യൂസ് ചെയ്യാം. സോ ഇത് 40 ആണ്. ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ അകത്ത് ഇത് 45 ഡിഗ്രിയും ഇത് 40 ആണ്. വി ക്യാൻ യൂസ് എ tan 45. ലെറ്റ് ഇറ്റ് ബി എക്സ്. ഇത് എക്സ് ആയിട്ടിരുന്നോട്ടെ. സോ tan 45 ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 40. tan 45 is 1 equal to x by 40. So x equal to 40. So this value will be 40. Okay, ഈ വാല്യൂ 40 ആണ്. അപ്പം നമുക്കിനി സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് വിൽ ബി ഇത് 40 ഡിവൈഡഡ് ബൈ 40 വിച്ച് വിൽ ബി 1. ഇനി ആൽഫ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്, സ്ലോപ്പ് ഡിവൈഡഡ് ബൈ 30. സോ our answer will be 1 by 30 per degree Celsius. So our answer is 1 by 30 per degree Celsius. In the next question, referring to the above figure, the value of R40, alpha 40 അല്ല R40, അതായത് 40 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ഇവിടുത്തെ 40 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫുള്ള് റെസിസ്റ്റൻസ് ആണ്. കൊണ്ട് 40 ഓം എഴുതി വെക്കരുത്, ആൻസർ തെറ്റാവും. ഈ ഫുള്ള് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 40 + 30 ഇറ്റ് വിൽ ബി 70 ഓം. 40 + 30 ഇറ്റ് വിൽ ബി 70 ഓം. ഇനി റെഫറിങ് ടു എബോവ് ഫിഗർ, ദ വാല്യൂ ഓഫ് ആൽഫ 40. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ 40 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാകുന്ന ആൽഫ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൽഫ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചോളൂ? 70. സ്ലോപ്പിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 1. സോ 1 by 70. സോ ആൻസർ ഇസ് 1 by 70. Last question, the value of alpha naught for a conductor is 1 by 236 per degree Celsius. The value of alpha 18 will be. അപ്പം ഇതിനൊരു ഫോർമുലയുണ്ട്. ആൽഫ 18 വിൽ ബി ഈക്വൽ ടു 1 by ആൽഫ നോട്ട് പ്ലസ് 18. സോ നമുക്ക് ആൽഫ നോട്ട് വന്നിട്ടുണ്ട് 1 by 236. 1 by ആൽഫ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 236 മേളിൽ വരും. സോ ആൽഫ 18 വിൽ ബി ഈക്വൽ ടു 1 by 236 plus 18. 236 plus 18, 236 plus 18 will be 254. So it will be 1 by 254 per degree Celsius. So answer is 1 by 254 per degree Celsius. Thank you.